ഞങ്ങളുടെ ലിമിറ്റേഷൻസിനകത്ത് നിന്നുകൊണ്ട് ചെയ്യാവുന്നതിന്റെ പരമാവധി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ചെയ്യാതിരിക്കാനാവില്ല. കാരണം ഈ ബാങ്കിന്റെ ഫൗണ്ടർ ഡയറക്ടർമാരിൽ ഒരാളാണ് മരിച്ചുപോയ ഈ അബ്ദുൾ റഹ്മാൻ എന്ന വാപ്പുട്ടി. പക്ഷേ ഈ 31 മുമ്പ് തുക തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തി അല്ലാതെ മറ്റൊരു മാർഗവും ഞങ്ങളുടെ മുന്നിലില്ല. ഈ 31 എന്ന് പറഞ്ഞാൽ ഇനി വെറും 3 ദിവസം. ആ പെൺകുട്ടിയുടെ അവസ്ഥ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ആസ് എ പോലീസ് ഓഫീസർ എൻ്റെ ഒരു പേഴ്സണൽ ഗ്യാരണ്ടിയുടെ പുറത്ത് ആ ഡേറ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനാവുമെന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു അവസ്ഥയിൽ നടക്കില്ല സാർ. ഓക്കെ, 3 ദിവസം. ഓക്കെ, താങ്ക് യു. ഞാൻ നോക്കട്ടെ. 2 ദിവസം, ഇന്നും നാളെ. അത് കഴിഞ്ഞ് അവർ വരും, കോടതി ഉത്തരവും സീലും ഒക്കെ ആയിട്ട്. ഒപ്പം ആരോരും ഇല്ലാത്തൊരു പെൺകുട്ടി നടു റോട്ടിലിറങ്ങുമ്പോൾ നിസ്സഹായാവസ്ഥ കണ്ട് ആനന്ദിക്കാൻ കുറെ ആളുകളും. എന്ത് ചെയ്യണമെന്ന് വല്ലതും ആലോചിച്ചിട്ടുണ്ടോ താൻ? ആലോചിക്കാൻ ഏറെയൊന്നും ഇനി ബാക്കിയില്ല. എല്ലാ വഴികളും ചെന്ന് മുട്ടുന്ന ഒരു അവസാനത്തെ വഴിയുണ്ട്. അതിലേക്ക് എത്താതിരിക്കാൻ ഞാൻ ശ്രമിക്കും. നിവർത്തിയില്ലെങ്കിൽ പിന്നെ ഒളിച്ചോട്ടമോ ഭീരുത്വമോ എന്ത് വേണമെങ്കിലും പറയാം. താൻ പറഞ്ഞ വഴിയുണ്ടല്ലോ, അത് അവസാനത്തെ വഴിയല്ല. സാഹചര്യങ്ങളെ നേരിടാൻ കഴിയാതെ മുഖം തിരിക്കുന്നവരുടെ ആദ്യത്തെ വഴിയാണ്. അത് തനിക്ക് വേണ്ട. ഞാനൊരു കാര്യം പറയട്ടെ. വീട്ടിൽ നിന്നിറങ്ങിയ നോക്കിയാൽ കാണാവുന്ന ദൂരത്ത് മറ്റൊരു വീടുണ്ട്. സന്തോഷത്തോടെ തന്നെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന വീട്. ഈ ലോകത്ത് മറ്റെവിടെ താമസിക്കുന്നതിനേക്കാളും സുരക്ഷിതയായിരിക്കും താൻ അവിടെ. അങ്ങോട്ട് മാറിക്കൂടെ? ഈ ഒരു സമുദായത്തിനകത്ത്, അതിന്റെ ചട്ടക്കൂടിനകത്ത് വളർന്ന എന്നെ പോലൊരു പെണ്ണ് അതിനെ വെല്ലുവിളിക്കുക, എന്നിട്ടൊരു അന്യ പുരുഷന്റെ കൂടെ തനിച്ച് ജീവിക്കാൻ തീരുമാനിക്കുക? ഇല്ല, അത്രയ്ക്ക് ധൈര്യം എനിക്കില്ല. ഒരുപക്ഷെ ഞാനവിടെ തനിച്ചല്ലെങ്കിലോ ഒരച്ഛനും അമ്മയും തന്നേക്കാൾ പ്രായം കുറഞ്ഞ 3 അനിയത്തിമാരും കൂടെ വീട്ടിലുണ്ടെങ്കിലോ? നാളെ മുതൽ അവരവിടെ ഉണ്ട്. വെറും ഒരു വീട്ടിലേക്കല്ല, ഒരു കുടുംബത്തിലേക്കാണ് ഞാൻ തന്നെ ക്ഷണിക്കുന്നത്. വന്നോടെ. പെട്ടെന്നായിരുന്നു. വെളുപ്പിനൊരു 3 മണിക്ക്. നിന്നെ ഫോണിൽ കിട്ടാത്തത് കൊണ്ട് ഒരാളെ അങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. റാഹേല് പറയുന്നതിലും കാര്യമുണ്ട്. ഇന്ന് ഇങ്ങനൊരു അവസ്ഥയിൽ ഈ വീട് വിട്ട് ഇവരെല്ലാം കൂടി അങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ നാട്ടുകാർ പറയുന്നത് പോട്ടെ, പക്ഷെ അവളുടെ ഒരു മാനസികാവസ്ഥയോടെ നോക്കണ്ടേ സോളമാ? എനിക്കറിയാച്ചോ, ഒന്നും അറിയണ്ടെന്ന് ശടിക്കുന്ന പഴയ സോളമനല്ല ഞാനിപ്പോ. പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു പെങ്കൊച്ചിന്റെ ജീവിതത്തോടെ തുലാസി തൂങ്ങാണ്. എന്നാ പിന്നെ നിനക്ക് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ? ഇവിടെ ആകുമ്പോ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. നീ തിരിച്ച് ജോലിക്ക് പോയാലും ഞങ്ങൾ നോക്കിക്കോളൂ അവളെ. അത് വേണ്ട. എന്റെ ആരും അല്ലാത്തൊരു പെണ്ണിനെ ഞാൻ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോന്ന പിന്നെ അത് മതി. തട്ടിക്കൊണ്ടുപോയെന്നാവും. പിന്നെ സമരവും സ്ഥലം മാറ്റവും ജോലി വരെ തെറിച്ചു പോയെന്നിരിക്കും. നീങ്ങി വന്നേ. നീ പറഞ്ഞത് നേരാ. ഒരു അന്യജാതിക്കാരി പെണ്ണിനെ നീ ഇപ്പൊ കൂടെ ഇറക്കിക്കൊണ്ടു വന്നാൽ അത് പുലിവാല് തന്നെയാ. എടാ, ഞാനൊരു തിരുസഭാ വിശ്വാസിയായ കത്തോലിക്ക പുരോഹിതനാ. ഞാൻ പറയാൻ പാടില്ലാത്തതാണ്. പക്ഷെ പറയാതെ മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കില്ലാത്തത് കൊണ്ട് ഞാൻ പറയാം. നിനക്കതിനങ്ങ് കെട്ടിക്കൂടായോടാ?
എടാ മണ്ട, ഒരു രജിസ്റ്റർ കല്യാണം കഴിച്ചേച്ച് നിന്റെ ഭാര്യയായി പിന്നെ നിനക്കതിനെയും കൊണ്ട് ഇങ്ങോട്ട് പോരുകയോ അല്ല അവിടെ തന്നെ നിർത്തുകയോ എന്താന്ന് വെച്ചാ ചെയ്തുകൂടായോ? ആർക്കാ ചോദിക്കാൻ അധികാരം? എടാ, നമ്മുടെ ജാതിക്കാരി അല്ലേലും അതൊരു നല്ല പെൺകൊച്ച. ഞാനെന്നാ സ്കൂളിൽ വെച്ച് അതിനെ കണ്ടിട്ടുള്ളതാ. പക്ഷെ അച്ചോ, അവക്ക് എന്നോട് അങ്ങനെ ഒരു എടാ ഉണ്ടാക്കണോടാവേ. അതെങ്ങനെയാന്ന് കൂടി ഞാൻ പറഞ്ഞു തരണോ? അല്ല, ഈ ലോഹയിട്ടുകൊണ്ട് ഞാനിനി അതും കൂടി ചെയ്യാൻ ബാക്കിയുള്ളൂ. ചോദിച്ചത് തെറ്റാണോ ചോദിക്കാൻ പാടില്ലാത്തതാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. തെറ്റാണെങ്കിൽ എന്റെ കുറെ അധികം തെറ്റുകൾ ക്ഷമിച്ചതിന്റെ കൂട്ടത്തിൽ ഇതൂടെ. ഒരു വിവാഹം, ഭാര്യ, കുട്ടികൾ, കുടുംബം, ഇതൊന്നും എന്റെ സ്വപ്നത്തിലോ സങ്കല്പത്തിലോ ഇല്ലായിരുന്നു ഇന്നലെ വരെ. ഒരു അന്യപുരുഷന്റെ കൂടെ അല്ലാതെ വീട്ടിൽ താമസിക്കാനുള്ള ഒറ്റ വഴിയായിട്ടാ അച്ഛൻ ഈ കാര്യം പറഞ്ഞത്. അതിന്റെ ഒരവസ്ഥയും അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം ആലോചിച്ചപ്പോ അപ്പോഴതിനൊരു ഫീൽ എനിക്ക് മനസ്സിലായത്. ജീവന്റെ അവസാന ശ്വാസം വരെ ഒരു പോറൽ പോലും വെക്കാതെ, ഒരു തരി മണ്ണ് പറ്റാതെ ഞാൻ നോക്കിക്കോളും. ഇത് വിശ്വസിക്കുന്നുവെങ്കിൽ, ഞാൻ ഈ പറയുന്നത് എന്റെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ടാണെന്ന് തോന്നുന്നുവെങ്കിൽ, പിള്ളയെല്ലാം ഏർപ്പാട് ചെയ്തോളൂ. ടൗണിലുള്ള രജിസ്റ്റർ ഓഫീസിൽ രാവിലെ 10 മണിക്ക് സകല ദൈവങ്ങളെയും സാക്ഷിയാക്കി ഒരു വിവാഹം. ആഘോഷങ്ങളും അലങ്കാരങ്ങളും ഇല്ലാതെ നമ്മളൊരു ജീവിതം തുടങ്ങുന്നു. നെഞ്ചുരുകി കരയുന്നത് കാണാൻ കാത്തിരിക്കുന്നവരുടെ മുന്നിൽ കൈകൾ കോർത്തു വെച്ച് തല ഉയർത്തിപ്പിടിച്ച് നമ്മൾ ജീവിക്കും. ആ പിള്ളേ വരുന്നു, ഇറങ്ങാം. എന്താടോ? നദിയെ കാണുന്നില്ല. കാണുന്നില്ലേ? അടുത്തുള്ള വീടുകളിലൊന്നും ചെന്നിട്ടില്ല. വീടും പരിസരവും എല്ലാം ഞാൻ നോക്കി. മുൻവാതിൽ തുറന്നു കിടക്കുകയാണ്. ഒരു ചെറിയ സ്ട്രഗിൾ നടന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പുറത്തെ മെയിൻ റോഡിൽ 2 വണ്ടികൾ കുറെ നേരം കാത്തു കിടന്നായി കണ്ടവരുണ്ട്. അതിലൊരു വണ്ടി ഇവിടെ ആരും കണ്ടിട്ടില്ല. മറ്റത് ഷെരീഫിന്റെ സഫാരിയാണെന്നാണ് പറയുന്നത്. പറടാ, അവളവിടെ. പറയാം, ഞാൻ പറയാം. അബൂബക്കർ സാഹിബിനോട് പറയണം
ഞാൻ നന്ദി പറഞ്ഞായിട്ട്. പ്രത്യുപകാരം ഞാനിവിടെ എത്തിച്ചേരും വൈകാതെ. ഉമ്മച്ചൻ അവളെ എങ്ങോട്ട് കൊണ്ടുപോയി? അറിയില്ല, പഠിച്ചവനാണ്, അറിയില്ല. എനിക്കൊരു സഹായം വേണം. പറ മോനെ, എന്നാന്ന് വെച്ചാ പറ. ഈ ഉമ്മച്ചന് വടക്കേ മലബാറിൽ എവിടെ ക്യാമ്പ് ഉള്ളതെന്ന് കണ്ടുപിടിക്കണം. കാസർഗോഡിനടുത്ത്. പെട്ടെന്ന് വേണം, വളരെ പെട്ടെന്ന്. ഒരു 5 മിനിറ്റ്. ഞാൻ ഇപ്പൊ തപ്പിയെടുത്ത് തരാം. ഞാൻ മംഗലാപുരത്ത് നിന്ന് വന്നോണ്ടിരിക്കാം. വൈകിക്കണ്ട, വിട്ടോ, ഞാൻ പോയി എത്തിക്കോളാം. ക്ഷമിക്കണം സബ് ഇൻസ്പെക്ടർ സോളമൻ, നിന്നെ ഇവിടെ എന്റെ മുമ്പിൽ എത്തിക്കാൻ എനിക്ക് ഈ ഒരൊറ്റ വഴി ഉണ്ടായിരുന്നുള്ളൂ. അറക്കിൽ അബൂബക്കർ എന്ന എന്റെ പൊളിറ്റിക്കൽ റിലേറ്റീവിന് അവളെ ഒഴിവാക്കണം. എനിക്ക് നിന്നെ വേണം. ഞങ്ങൾ അങ്ങനെ ഒരു ധാരണയിലെത്തി. അവളവിടെ അവിടെ. കുറെ തോട്ടകൾക്കും വെടിമരുന്നുകൾക്കും നടുവിൽ മരണത്തിൽ നിന്ന് ഒരു കുഞ്ഞു തിരി മാത്രം അകലെ. ഉമ്മച്ച, ഞാൻ വരാം. താൻ പറയുന്ന സ്ഥലം, പറയുന്ന സമയം, എല്ലാ തെറ്റുകളും ഞാൻ ഏറ്റു പറയാം. അവളെ വിട്ടേക്ക്. അവളെ വിടും. അത് പക്ഷെ ഇപ്പോഴല്ല. രാജാക്കാട്ടിലെ നിന്റെ ക്വാർട്ടേഴ്സിനകത്ത് നീ കേട്ട എന്റെ കരച്ചിലുണ്ടല്ലോ, അതിന്റെ ഒരു 10 മടങ്ങുച്ചത്തിൽ നീ കരയും. ദാ ഇവിടെ കേൾക്കാൻ ഞാനും എന്റെ ആളുകളും മാത്രം. എന്നിട്ട് നമ്മൾ പോവും. ഇടുക്കിയിൽ എവിടെയോ ഒരു റബ്ബർ തോട്ടത്തിലോ ഒരു വെള്ളക്കെട്ടിലോ നീ ഉപേക്ഷിച്ച എന്റെ ഡെന്നിച്ചന്റെ ശവം ഒരു നാട് മുഴുവൻ നോക്കി നിൽക്കാൻ നീ മാന്തിയെടുക്കും. എന്നിട്ട് ഞാൻ ചവച്ചു നോക്കിയ നിന്റെ ഒന്നിനും കൊള്ളാത്ത ശരീരം നിയമത്തിനും അധികാരികൾക്ക് ഞാൻ വിട്ടുകൊടുക്കും. അതിനുശേഷം തീരുമാനിക്കും ഇവളെ വിടുന്ന കാര്യം. ഉമ്മച്ച, നിങ്ങളൊരു രാഷ്ട്രീയക്കാരനാണ്. നാളെ ഒരു MLA യോ മന്ത്രിയോ ആയിത്തീരേണ്ട താൻ ഒരു തെരുവ് ഗുണ്ടയുടെ ഭാഷയിൽ എന്നോട് സംസാരിക്കരുത്. നിയമത്തിന് മുന്നിൽ ഞാൻ കീഴടങ്ങാം. ഏത് നീതിപീഠത്തിന്റെ മുന്നിലും എന്റെ കുറ്റങ്ങൾ ഞാൻ ഏറ്റുപറയാം. പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത അവളെ ഇതിന്റെ പേരിൽ ശിക്ഷിക്കരുത്. രാഷ്ട്രീയക്കാരൻ MLA അവിടെ ജനമധ്യത്തില്, ഇവിടെ ഈ കരിങ്കൽക്കോറയ്ക്കകത്ത് ഉമ്മച്ചനൊരു ഗുണ്ടയാണോ? വെറും 3ാം ക്ലാസ് തെരുവ് ഗുണ്ട. സംശയമുണ്ടോ എനിക്ക്? നീ അനങ്ങരുത്. നിന്റെ കൈയോ കാലോ ഒരിക്കൽ കൂടി ഉയർന്നാൽ ഒരു തീപ്പൊരിയുടെ 100 അംശം മതി. ഇവളുടെ പൊടി പോലും പിന്നെ ബാക്കിയുണ്ടാവില്ല.
അടിച്ച് നേരത്തെ ഒരു കയ്യബദ്ധം, എന്തെങ്കിലും അവിവേകം ചെയ്തു കാണും. ഒന്നുകിൽ അവൾ, അല്ലെങ്കിൽ അവന്മാരിൽ ആരെങ്കിലും. ഏതായാലും നിന്നെ ഈ അവസ്ഥയിൽ കാണാനുള്ള യോഗം അവൾക്കുണ്ടായില്ല. ഭാഗ്യം. വേണ്ട സളമ. സളമ സളമ. തെറ്റുകളൊക്കെ തിരുത്തി പുതിയൊരു ജീവിതം ആഗ്രഹിച്ചവനാ ഞാൻ. സമ്മതിച്ചില്ല. ഇനി എല്ലാം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചില കണക്കുകൾ എനിക്ക് ബാക്കിയുണ്ട്. അതിന്
നമ്മളിൽ ഒരാൾ മാത്രം ജീവിക്കണം. നീ വേണ്ട ഉമ്മച്ച. വേണ്ട സോളമ.